എല്ലാവർക്കും നമസ്കാരം. കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകാത്ത ചില ജ്ഞാനങ്ങളുണ്ടല്ലേ? അങ്ങനെയൊരു അറിവിന്റെ ഉറവിടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 1960 ഒക്ടോബറിലെ അഖണ്ഡ ജ്യോതി, യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ആഴമേറിയ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രസക്തമായ ദർശനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചു നോക്കാം. ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായൊരു ചിന്തയിൽ നിന്നാണ്. എന്താണിതിന്റെയൊക്കെ അർത്ഥം, അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അത് വല്ല അണുബോംബോ വലിയ ടെക്നോളജിയൊന്നുമല്ല, മറിച്ച് സ്നേഹവും ഒരു ലക്ഷ്യബോധവും കൊണ്ട് മാറിത്തീർന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. അതെ, യഥാർത്ഥ ശക്തി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്കുകൾ. അപ്പോ ഈ ഒരു ജ്ഞാനയാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ കെടാത്ത ജ്വാല എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ യുഗഋഷിയുടെ ജ്ഞാനം, ചിന്താവിപ്ലവം, ദൈനംദിന ജീവിതത്തിലെ ആത്മീയത, അങ്ങനെ പോയി അവസാനം ആ പ്രകാശത്തിന്റെ പാരമ്പര്യം നമ്മളിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് വരെ നമ്മൾ സംസാരിക്കും. അപ്പോൾ തുടങ്ങാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം കെടാത്ത ജ്വാല. എന്താണ് ഈ അഖണ്ഡ ജ്യോതി എന്ന് പറയുന്നത്? ഈ പേരിന് പിന്നിൽ അത്രയും ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത്, അഖണ്ഡ ജ്യോതി എന്ന് പറയുമ്പോൾ അതൊരു മാസികയുടെ പേരു മാത്രമല്ല, ഒരിക്കലുമല്ല. അത് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും കെട്ടുപോകാത്ത ആ അറിവിന്റെ, ആ ദിവ്യജ്ഞാനത്തിന്റെ ഒരു കെടാവിളക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോധത്തിന്റെ, നമ്മുടെ ആത്മാവിന്റെ ഒക്കെ ഒരു പ്രതീകം. അപ്പോ ഈ ഒരു വെളിച്ചം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഈ പ്രകാശത്തിന്റെ ഉറവിടം ആരാണ്? അത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. പക്ഷെ നമ്മളിവിടെ അദ്ദേഹത്തിന്റെ ജീവിതകഥ അല്ല പറയാൻ പോകുന്നത്. അതിലുപരി അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, ആ വലിയ സാഹിത്യലോകം, അതിനെ അടുത്തറിയാനാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയൊന്ന് സഞ്ചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഉത്തരം തരുന്ന ഒരു വലിയ ജ്ഞാനസാഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുപോലെയാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അതിലൂടെ അദ്ദേഹം പങ്കുവച്ചത് വെറും അക്ഷരങ്ങളായിരുന്നില്ല, അത് ഒരു പുതിയ യുഗത്തിന് തന്നെ വേണ്ട വെളിച്ചമായിരുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ ഒരു കാതൽ എന്താണെന്ന് ഇവിടെ വ്യക്തമാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏറ്റവും കൂടുതൽ, അതായത് 40% ഊന്നൽ കൊടുത്തിരിക്കുന്നത് വ്യക്തിഗത പരിവർത്തനത്തിനാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം വളരെ സിമ്പിളാണ്. ഓരോ വ്യക്തിയും മാറുമ്പോൾ അവരുടെ കുടുംബം മാറും, കുടുംബങ്ങൾ മാറുമ്പോൾ സമൂഹം മാറും, അല്ലേ? അപ്പോൾ യഥാർത്ഥ മാറ്റം അത് തുടങ്ങേണ്ടത് പുറത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷെ ഈ ദർശനങ്ങളിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും വിപ്ലവകരമായ ഒരു ആശയത്തിലേക്കാണ്. അതാണ് വിചാരക്രാന്തി, നമ്മുടെയെല്ലാം ചിന്താവിപ്ലവം. എന്താണ് ഈ വിചാരക്രാന്തി? ഇതൊരിക്കലും ആയുധം കൊണ്ടുള്ള ഒരു വിപ്ലവമല്ല. ഇത് പൂർണ്ണമായും നമ്മുടെ ചിന്തകൾ കൊണ്ടുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടം പോലെ സങ്കൽപ്പിച്ചു നോക്കൂ. ആ തോട്ടത്തിൽ വിഷച്ചെടികൾ പോലെ വളരുന്ന ഭയം, വെറുപ്പ്, സംശയം, അത്തരം ചിന്തകളെയെല്ലാം പിഴുതു മാറ്റിയിട്ട് പകരം സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല നല്ല പൂക്കൾ നടുക, അതും ബോധപൂർവം. അതാണ് വിചാരക്രാന്തി. അപ്പോ ഈയൊരു മാറ്റം എങ്ങനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാം? അതിന് കൃത്യമായ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ, നല്ലതായാലും ചീത്തയായാലും, ഒരു സാക്ഷിയെപ്പോലെ മാറി നിന്ന് നിരീക്ഷിക്കുക. ജഡ്ജ് ചെയ്യാനൊന്നും പോകണ്ട. രണ്ടാമത്, നല്ല ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കണം, ഉറച്ച തീരുമാനം. മൂന്നാമത്തേത്, ആ നല്ല ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈ ലോകത്തിന് ഒരു വെളിച്ചമായി കൊടുക്കുക. അത്രയുള്ളൂ. ഇവിടെ നോക്കൂ, നമ്മുടെ മുന്നിൽ എപ്പോഴും 2 വഴികളുണ്ട്. ഒരു വശത്ത് ഭയം, സ്വാർത്ഥത, കോപം, സംശയം, ഇതിന്റെയെല്ലാം ഒരു ഇരുണ്ട വഴി. മറുവശത്തോ ധൈര്യം, സേവനം, അനുകമ്പ, വിശ്വാസം, ആ പ്രകാശത്തിന്റെ വഴി. ഇതിലേതു വഴി തെരഞ്ഞെടുക്കണമെന്നുള്ളത് ഓരോ നിമിഷവും നമ്മളെടുക്കുന്ന തീരുമാനമാണ്. ഒന്നോർക്കുക, നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ ലോകം. ഇനി ആത്മീയത എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് കാട്ടിലോ ആശ്രമത്തിലോ അല്ലെങ്കിൽ വലിയ പൂജകളിലോ ഒക്കെ മാത്രമുള്ള ഒന്നാണെന്ന്. പക്ഷെ ശരിക്കും അതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും എങ്ങനെ ആത്മീയത കണ്ടെത്താം, അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്ന ജോലി ഒരു ബാധ്യതയായിട്ടല്ല, ഒരു സേവനമായിട്ട് ചെയ്യുക. കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരായിരിക്കുക. സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മറ്റൊരാൾ പറയുന്നത് അനുകമ്പയോടെ കേൾക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ജോലിയും ഓരോ ആരാധനയായി മാറും. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥന പോലെയാകും.
പുറത്ത് ലോകം എത്ര ബഹളമയമാണെങ്കിലും നമ്മുടെ ഉള്ളില് സമാധാനത്തിന്റെ ഒരു തിരിനാളം കത്തിച്ചു വെക്കാൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും. ഉറപ്പാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ? ആ അനന്തമായ സാധ്യതകളെ എങ്ങനെ ഉണർത്തിയെടുക്കാം? ആ ഒരു ആന്തരിക പരിവർത്തനത്തിന്റെ വഴിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതൊരു യാത്രയാണ്. 4 ഘട്ടങ്ങളുള്ള ഒരു മനോഹരമായ യാത്ര. ഒന്നാമത്തെ പടി സംയം അഥവാ ആത്മനിയന്ത്രണം. അവിടെ നിന്ന് നമ്മൾ സ്വാധ്യായം എന്ന സ്വയം പഠനത്തിലേക്ക് കടക്കുന്നു. പിന്നെ സേവ, അതായത് നിസ്വാർത്ഥമായ സേവനം. ഈ 3 പടികളും കയറിക്കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് ആത്മബോധം എന്ന ആത്മസാക്ഷാത്കാരത്തിലേക്കാണ്. ഓരോ സ്റ്റെപ്പും നമ്മളെ കൂടുതൽ ശുദ്ധീകരിക്കും, കൂടുതൽ ശക്തനാക്കും. ഈ ഒരു ആശയം എത്ര മനോഹരമായിട്ടാണ് ഈ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നതല്ലേ? ലോകത്തെ മാറ്റാൻ ശ്രമിക്കരുത്, സ്വയം മാറുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം താനേ രൂപാന്തരപ്പെടും. ശരിയല്ലേ? നമ്മളെപ്പോഴും പുറത്തുള്ളവരെ നന്നാക്കാനും ലോകം നന്നാക്കാനുമാണ് ഓടുന്നത്. പക്ഷെ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ മാറുമ്പോൾ നമ്മൾ ലോകത്തെ കാണുന്ന രീതി മാറും. അപ്പോൾ ലോകം നമ്മളോട് പ്രതികരിക്കുന്ന രീതിയും മാറും. അതാണ് സത്യം. അപ്പോ നമ്മുടെ ഈ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ ഇതൊരു അവസാനമല്ല. ശരിക്കു പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്. നമ്മൾ ഇതുവരെ കേട്ടറിഞ്ഞ ആ പ്രകാശത്തിന്റെ പാരമ്പര്യം, ആ ജ്വാല, അത് എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതത്തില് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്തയിലേക്കാണ് നമ്മളിനി പോവേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മൾ എന്തു പഠിച്ചു എന്നതിലല്ല കാര്യം, നമ്മൾ ഇനി എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നതിലാണ്. ഈ അറിവൊക്കെ വെറുതെ കേട്ടു മറക്കാനാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ ആ അഖണ്ഡ ജ്യോതിയുടെ ഒരു ചെറിയ തിരിനാളമെങ്കിലും കൊളുത്താൻ, നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരിത്തിരി വെളിച്ചം പകരാൻ നമ്മൾ തയ്യാറാകുമോ? അതാണ് ചോദ്യം. അപ്പോ ഈ യാത്രയുടെ ഒരു ചുരുക്കം ഇതാണ്: അഖണ്ഡജ്യോതി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. യഥാർത്ഥ വിപ്ലവം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചിന്തകളെ മാറ്റുക, നമ്മുടെ പ്രവൃത്തികളെ സേവനമാക്കി മാറ്റുക, നമ്മുടെ ജീവിതം തന്നെ ഒരു സാധനയാക്കി മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന ഒരു കെടാവിളക്കായി മാറും. ഈ ചിന്തകൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു വെളിച്ചമായി മാറട്ടെ. എല്ലാവർക്കും നമസ്കാരം.